ഫ്യൂച്ചറിന്റെ അർത്ഥം എന്താണ്? അതായത് ഭാവി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നമ്മളെല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സമയം എന്നുള്ള ഒരു വലിയ വണ്ടിയിലാണ്. ആ വണ്ടി നമ്മൾ എഴുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഡയറക്ഷനെയാണ് ശരിക്കും നമ്മൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഗസ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ ഐൻസ്റ്റൈന്റെ തിയറി അനുസരിച്ച് ഫ്യൂച്ചർ ഓൾറെഡി നടന്നിട്ടുണ്ട്. 10 വർഷം കഴിഞ്ഞാൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ആ ഒരു സംഭവം ശരിക്കും നടന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് ഞാൻ ഫ്യൂച്ചറിലേക്ക് പോയിട്ടില്ല. ഓരോരുത്തരും കഴിക്കേണ്ട അരിമണിയിൽ അവരുടെ പേര് എഴുതി വച്ചിട്ടുണ്ട് എന്നൊക്കെ പഴമക്കാർ പറയുന്ന ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും ഐൻസ്റ്റൈന് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഭാവി ഓൾറെഡി നടന്നു കഴിഞ്ഞ ഒരു സംഭവമാണ്. ഇത് കേൾക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ഒരു മണ്ടത്തരമായിട്ട് തോന്നിയേക്കാം, പക്ഷേ ഇത് റിലേറ്റിവിറ്റിയിലെ ഒരു പാരഡോക്സ് ആണ്. ഈ ഒരു പാരഡോക്സ് വളരെ ഡീറ്റെയിൽ ആയിട്ടും പറയാൻ പറ്റും, വളരെ എളുപ്പത്തിലും പറയാൻ പറ്റും. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ പറയാവുന്ന റൂട്ടാണ് ശരിക്കും ചൂസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരാൾ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ പാരഡോക്സും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഭൂമിയിൽ നിന്ന് ഏകദേശം 25 ലക്ഷം ലൈറ്റ് ഇയേഴ്സ് അപ്പുറം കിടക്കുന്ന ഒരു ഗാലക്സിയാണ് ആൻഡ്രോമെഡ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ നമ്മുടെ മിൽക്കി വേയുടെ ഒരറ്റത്ത് നിന്ന് മറ്ററ്റം വരെ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 1 ലക്ഷം ലൈറ്റ് ഇയേഴ്സ് എടുക്കും. അപ്പോൾ മിൽക്കി വേയുടെ ആ ഒരു ഡയമീറ്ററിനേലും 25 മടങ്ങ് ഡയമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഒരു ഗാലക്സിയാണ് ആൻഡ്രോമെഡ ഗാലക്സി എന്ന് പറയുന്നത്. അതും ഇത്രയും ദൂരത്ത് കിടക്കുന്ന ഒരു ഗാലക്സിയാണ് നമ്മുടെ മിൽക്കി വേയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഗാലക്സി എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സിന്റെ സൈസ് എന്തോരം എന്നുള്ള കാര്യം നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെഷർമെന്റ് ആണ്. അതായത് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് ഒക്കെ വരുമ്പോൾ, അതായത് വലിയ വലിയ യൂണിറ്റ്സ് ഒക്കെ വരുമ്പോൾ, ഇപ്പൊ കിലോമീറ്റർ മൈൽസ് ഒന്നും നമുക്ക് അവിടെ ഇട്ടിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ ആ ഒരു ഡിസ്റ്റൻസ് ആണ് ശരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻഡ്രോമെഡ ഗാലക്സിയിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ലൈറ്റ് ട്രാവൽ ചെയ്ത് നമ്മുടെ ഭൂമി വരെ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 25 ലക്ഷം വർഷങ്ങൾ കൂടി എടുക്കും. അങ്ങനെ ഈ ഒരു ലൈറ്റ് ഒബ്സർവ് ചെയ്യുന്ന 2 ആൾക്കാരെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതായത് ഭൂമിയിൽ നിൽക്കുന്ന 2 ആൾക്കാരെ നിങ്ങൾ ഇന്ന് കൺസിഡർ ചെയ്യുക. അതിൽ ഒരാള് ആൻഡ്രോമെഡ ഗാലക്സിനെ ഒരിടത്ത് ഇരുന്നിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റൊരാള് ആൻഡ്രോമെഡ ഗാലക്സിനെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിനായിട്ടാണ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 2 പേരും ഒബ്സർവ് ചെയ്യുന്നത് ആൻഡ്രോമെഡ ഗാലക്സിനെയാണ്, പക്ഷെ ഒരാൾ ഇരുന്നിട്ടും ഒരാൾ ഓടിയിട്ടാണെന്നേ ഉള്ളൂ. ഇനി ഈ പാരഡോക്സിന്റെ സിറ്റുവേഷൻ ഞാൻ പറയാം. അതായത് ഈ ഓടി വരുന്ന ആളില്ലേ, ആ ഓടി വരുന്ന ആള് ഈ പറഞ്ഞ് ഇരിക്കുന്ന ആളുടെ അടുത്തോടെ ഇങ്ങനെ ഓടി പാസ് ചെയ്ത് പോവുകയാണ് ശരിക്കും ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഓടുന്ന ആള് ഈ ഇരിക്കുന്ന ആളെ പാസ് ചെയ്യുന്ന ഒരു സമയത്ത് 2 പേരും ഒരേ സ്ഥലത്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുള്ളൂ. അതും 2 പേരും ആൻഡ്രോമെഡ ഗാലക്സിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയും കൂടിയാണ്. അപ്പോഴത്തെ ചോദ്യം എന്താ വെച്ചാൽ, ഈ സമയത്ത് 2 പേരും ഒബ്സർവ് ചെയ്യുന്ന ആൻഡ്രോമെഡ ഗാലക്സിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സെയിം ആയിരിക്കുമോ എന്നുള്ളതാണ്. അതായത് 2 പേര് കാണുന്ന കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കുമോ എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും മനസ്സിലേക്ക് വരുന്നത് 2 പേര് സെയിം ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും കാണുന്നത്. കാരണം 2 പേരും ഒരേ സ്ഥലത്ത് നിന്നല്ല ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്. അതുകൊണ്ട് സെയിം ആയിട്ടുള്ള സംഭവമായിരിക്കും കാണുന്നതായിരിക്കും നമ്മൾ വിചാരിക്കാം. പക്ഷെ റിയാലിറ്റി എന്താ വെച്ചാൽ 2 പേരും കാണുന്ന കാര്യങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആൻഡ്രോമെഡ ഗാലക്സിയിൽ ലൈഫ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുക. അവിടെ ഒരു ഏലിയൻ സിവിലൈസേഷൻ ഒക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ആൾ, അതായത് ഇരുന്നുകൊണ്ടിരിക്കുന്ന ആൾ ആൻഡ്രോമെഡയിലേക്ക് ഇങ്ങനെ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ ഇദ്ദേഹം നോക്കുമ്പോൾ അവിടെ ഒരുപാട് ഏലിയൻസ് ഭൂമിയിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വിഷലാണ് ശരിക്കും ഇദ്ദേഹം ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നോക്കുമ്പോൾ കാണുന്നത്. പക്ഷേ ഈ ഓടി വന്ന ആൾ ഇദ്ദേഹത്തിന്റെ അടുത്തൂടെ പാസ് ചെയ്യുന്ന ഒരു സമയത്ത് ആ ഒരു എക്സാക്ട് മൂവ്മെന്റിൽ ഈ രണ്ടാമത്തെ ആൾ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആൻഡ്രോമെഡ ഗാലക്സിയിലേക്ക് നോക്കുമ്പോണ്ട് അവര് ഭൂമിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അതായത് ഇപ്പൊ ആദ്യത്തെ ആള് നോക്കുമ്പോണ്ട് അവിടെ ഭൂമിയിലേക്ക് വരാനുള്ള പ്ലാനിങ്ങളെ നടക്കുന്നുള്ളൂ. പക്ഷെ രണ്ടാമത്തെ ആള് നോക്കുമ്പോണ്ട് അവര് ഭൂമിയിലേക്ക് സ്പേസ്ഷിപ്പിൽ കയറി ഇങ്ങനെ പുറപ്പെട്ടു കഴിഞ്ഞു. അതായത് ഒരേ സ്ഥലത്ത് നിന്ന് ഒബ്സർവ് ചെയ്യുന്ന 2 ഒബ്സർവേഴ്സ് കാണുന്ന റിയാലിറ്റി എൻറ്റയർലി ഡിഫറെന്റ് ആണെന്നുള്ളതാണ് ശരിക്കും ഈ പാരഡോക്സ് പറയുന്നത്. ഇനി ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് ഫ്യൂച്ചർ ഓൾറെഡി നടന്ന ഒരു കാര്യമായിരിക്കും. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർ 2 പേരും നിൽക്കുന്നത് ഒരേ സ്ഥലത്ത് നിന്നിട്ടാണ്. ഈ 2 പേരും ഒബ്സർവ് ചെയ്യുന്നത് ഒരേ സ്ഥലത്തേക്കാണ്. പക്ഷെ ഒരേ സ്ഥലത്ത് നിന്ന് 2 പേരും ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരാൾ കാണുന്നത് ഫ്യൂച്ചറും ഒരാൾ കാണുന്നത് പാസ്റ്റ് അല്ലെങ്കിൽ പ്രസന്റ് ആയിക്കോട്ടെ. അതിനർത്ഥം എന്തായിരിക്കും? ഫ്യൂച്ചർ എന്നുള്ള ഒരു സംഭവം ഓൾറെഡി നടന്നു കഴിഞ്ഞ ഒരു സംഭവമാണെന്നാണ്. നമ്മൾ ഇനി ഫ്യൂച്ചറിലേക്ക് സഞ്ചരിക്കേണ്ട കാര്യമേ ഉള്ളൂ എന്നാണ് ശരിക്കും ഈ ഒരു പാരഡോക്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഭൂമിയുടെ സിറ്റുവേഷൻ നമുക്ക് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതേ സിറ്റുവേഷൻ തന്നെ ആൻഡ്രോമെഡ ഗാലക്സിയിൽ ഭൂമിനെ പോലത്തെ ഒരു പ്ലാനറ്റിനകത്ത് ഹ്യൂമൻസ് ഒബ്സർവ് ചെയ്യുന്ന ഒരു സംഭവം നിങ്ങൾ കൺസിഡർ ചെയ്യുക. അവർ നേരെ നോക്കുന്നത് നമ്മുടെ ഭൂമിയിലേക്കാണ്, അത് മിൽക്കി വേയിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ എന്നെയാണ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, അതായത് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് എന്നെയാണ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇരിക്കുന്ന ആൾ കാണുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു രംഗമായിരിക്കും ശരിക്കും അദ്ദേഹം അവിടുന്ന് കാണുന്നത്.
പക്ഷേ ഇദ്ദേഹത്തിന്റെ അടുത്തോട്ട് ഓടി വരുന്ന ആൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ നിൽക്കുമ്പോൾ ഇദ്ദേഹം ടെലിസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ അപ്ലോഡായി കഴിഞ്ഞേക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അതായത് രണ്ടുപേരും ഒരേ സ്ഥലത്ത് വെച്ച് കാണുന്നത് രണ്ട് ഡിസ്റ്റന്റ് ആയിട്ടുള്ള റിയാലിറ്റിയാണ്. അപ്പോൾ ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത് ശരിക്കും റിയൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, ഇത് എന്തുകൊണ്ടാണ് ഒരു പാരഡോക്സ് എന്ന് വിളിക്കാൻ കാരണം? അതിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. അതായത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്തൊരു സംഭവമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ആൻഡ്രോമേഡ ഗാലക്സി റിയൽ ടൈമിൽ കാണാൻ പറ്റും. അതായത് ലൈറ്റിന്റെ ഒരു കൺസ്ട്രെയിൻസ് അങ്ങനെയുള്ള റൂൾസ് ഒക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് റിയൽ ടൈമിൽ ഈ ആൻഡ്രോമേഡയിൽ എന്താണ് സംഭവിക്കുന്നത് കാണാൻ പറ്റും? ഇല്ലല്ലോ. ഇപ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മുടെ ആൻഡ്രോമേഡനെ ഒബ്സർവ് ചെയ്യുന്നത് ആൻഡ്രോമേഡയുടെ 25 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതായത് ആൻഡ്രോമേഡയിൽ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവം അവിടെ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം പോലും നമുക്കിപ്പോൾ അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ ആൻഡ്രോമേഡയിൽ നിന്ന് ഒരാളെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ, അപ്പോൾ അവര് കാണുന്നത് നമ്മുടെ ഭൂമിയിൽ ലൈഫ് എമർജ് ചെയ്ത് വരുന്ന ഒരു വക്കിലൊക്കെ ആയിരിക്കും അവർ കാണുന്നത്. അതായത് നമ്മുടെ ഭൂമിയിൽ ഇന്ത്യൻ സിവിലൈസേഷൻ അങ്ങനത്തെ ഒരു കുന്തും ഇല്ല. 25 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ഭൂമിയായിരിക്കും അവർ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തെ പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. ഇതിന് ഒരു റിയൽ ടൈം യൂസ് ഇല്ല, ഒരു പേർപ്പസ് ഇല്ല. പക്ഷേ സയന്റിഫിക്കലി നോക്കുകയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഫ്യൂച്ചർ ഓൾറെഡി നടന്നിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ശരിക്കും പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചെറുതായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു എക്സ്പ്ലനേഷന് വേണ്ടി നമുക്ക് രണ്ട് ആൾക്കാരെ എടുക്കാം. അതായത് ഒരാൾ അവിടെ ഇരിക്കുന്നതാണ്, ഒരാൾ ഓടുന്നതാണ്. ഈ ഓടുന്ന ആള് ആ ഇരിക്കുന്ന ആളുടെ മുന്നിൽ കൂടെ പാസ് ചെയ്തിട്ടാണ് ഓടുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഇനി ഈ ഇരിക്കുന്ന ആളെ മാത്രം നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഈ ഇരിക്കുന്ന ആളുടെ സൈഡിൽ ഞാൻ 2 ക്ലോക്ക് വെച്ചിട്ടുണ്ട്. അതായത് പെർഫെക്റ്റ്ലി സിങ്ക്രണൈസ് ചെയ്ത 2 ക്ലോക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ 2 ക്ലോക്കുകളുടെ നടുക്ക് ഒരു ലൈറ്റ് ബൾബ് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ ലൈറ്റ് ബൾബ് ഓൺ ആകുമ്പോൾ അവിടെ നിന്ന് ഫോട്ടോൺസ് ഇമിറ്റ് ചെയ്യും. അതായത് ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന പാർട്ടിക്കിൾസിനെയാണ് ഫോട്ടോൺസ് എന്ന് പറയുന്നത്. ഇത് ലൈറ്റ് ബൾബ് ആയതുകൊണ്ട് തന്നെ ഫോട്ടോൺസ് 360 ഡിഗ്രിയിലായിരിക്കും എമിറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു 2D ഇമേജ് ആണ്. അതുകൊണ്ട് ഒരു സർക്കിൾ ഔട്ട്വേർഡിലേക്ക് പോകുന്ന രീതിയിലാണ് ശരിക്കും നമുക്ക് ഇവിടെ ലൈറ്റ് പോകുന്നത് കാണാൻ പറ്റും. ഈ ഫോട്ടോൺസ് ട്രാവൽ ചെയ്യുന്നത് 3 ലക്ഷം km/s സ്പീഡിലുള്ള ആണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഇരിക്കുന്ന ആളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഫോട്ടോൺസ് ഈ ലൈറ്റ് ബൾബിൽ നിന്ന് 360 ഡിഗ്രി എമിറ്റ് ചെയ്യുകയും ഈ 2 ക്ലോക്കുകളെ എക്സാക്ട്ലി സെയിം ടൈമിൽ പോയി ഇടിക്കും. ഈ 2 ക്ലോക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഓൺ ആവുന്നത് ലൈറ്റ് അടിക്കുമ്പോൾ മാത്രമാണ്. അതായത് ലൈറ്റ് എപ്പോൾ കൊള്ളുന്നോ അപ്പോഴാണ് ഈ 2 ക്ലോക്കും ഓൺ ആവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നടുക്ക് വെച്ചിരിക്കുന്ന ആ ഒരു ലൈറ്റ് ബൾബ് ഓൺ ആക്കിയപ്പോൾ ആ ലൈറ്റ് ബൾബിന്റെ അകത്തുനിന്ന് ഫോട്ടോൺസ് എല്ലാ ഡയറക്ഷനിലേക്ക് എമിറ്റ് ചെയ്യുകയും ഈ 2 ക്ലോക്കിനെയും ഒരേ സമയത്ത് വന്ന് ഇടിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ 2 ക്ലോക്കും എക്സാക്ട്ലി സെയിം ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു ഇവന്റ് ഇല്ലേ, അത് അവിടെ ഇരിക്കുന്ന ആളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുള്ള ഒരു കാര്യമാണ്. അതായത് അദ്ദേഹം കാണുന്ന ഒരു സംഭവമാണ് ശരിക്കും ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഈ ക്ലോക്ക് ഓൺ ആയിട്ട് ഒരു 10 സെക്കൻഡ് ആയപ്പോഴാണ് നമ്മൾ ഈ ഓടി വരുന്ന ആള് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിങ്ങനെ നിൽക്കുന്നത്. അതിനുശേഷം ഈ ഇരിക്കുന്ന ആള് ഈ ഓടുന്ന ആളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഈ ബൾബ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോഴാണ് ഈ 2 ക്ലോക്ക് സ്റ്റാർട്ട് ആവുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 2 ക്ലോക്കിൽ കണ്ടുവരുന്ന സമയം 10 സെക്കൻഡ് ആണുള്ള ഒരു കഥയൊക്കെയാണ് ശരിക്കും ഈ ഓടി വന്ന ആളുടെ അടുത്ത് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾ നോക്കുമ്പോൾ ഈ 2 ക്ലോക്കും 10 സെക്കൻഡിലല്ല നിൽക്കുന്നത്. ഈ ഓടി വരുന്ന ആൾ നോക്കുമ്പോൾ ഒരു ക്ലോക്ക് 10 സെക്കൻഡിലും ഒരു ക്ലോക്ക് 10.5 സെക്കൻഡിലാണ് നിൽക്കുന്നത്. അതായത് 2 ക്ലോക്കും സിങ്ക്രണൈസ്ഡ് അല്ല എന്നാണ് ഈ ഓടി വരുന്ന ആൾ പറയുന്നത്. പക്ഷെ ഇരിക്കുന്ന ആൾ ഇങ്ങനെ ആർഗ്യൂ ചെയ്യുന്നത് 2 ക്ലോക്ക് സിങ്ക്രണൈസ്ഡ് ആണ്, 2 ക്ലോക്ക് 10 സെക്കൻഡിലാണ് കാണിക്കുന്നതെന്നാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമായിരിക്കാം, ഈ ഓടി വരുന്ന ആൾ തെറ്റി വായിച്ചൊരു സമയമായിരിക്കും ഈ 10.5 സെക്കൻഡ് എന്നുള്ളത്. അതായത് ഒരിക്കലും ഇങ്ങനത്തെ ഒരു സംഭവം സംഭവിക്കില്ല എന്നുള്ളൊരു തിങ്കിങ് ആയിരിക്കും ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ഇൻ റിയാലിറ്റി ഇത് ശരിക്കും സംഭവിച്ചൊരു കാര്യമാണ്. അതായത് ഒരാൾ കാണുന്ന സമയമല്ല വേറൊരാൾ കാണുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഡിഫറൻസ് വന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഓടി വന്ന ആളുടെ പേഴ്സ്പെക്റ്റീവ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഈ ഓടി വന്ന ആളുടെ ഒരു പേഴ്സ്പെക്റ്റീവ്, ഒരു പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ച് ഇയാൾ ശരിക്കും റെസ്റ്റിലാണ് ഇരിക്കുന്നത്. അതായത് ഓടി വരുന്ന ആൾ ശരിക്കും റെസ്റ്റിലാണ് ഇരിക്കുന്നത്. ഇതിപ്പോ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിപ്പോ ഒരു ബസ്സിലോ കാറിലോ ഇരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് പോലെയല്ല ശരിക്കും നമുക്ക് തോന്നുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് റെസ്റ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, പക്ഷെ ബാക്കിയുള്ള റോഡും ഈ ചുറ്റുപാടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ പുറത്ത് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ പോകുന്ന പോലെയല്ല എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ റെസ്റ്റിലാണ് ഇരിക്കുന്നത്, പക്ഷെ ലോകം മുഴുവനും നമുക്കെതിരെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേ എക്സാമ്പിൾ തന്നെ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾ കാണുന്ന ഒരു അദ്ദേഹത്തിന്റെ പേഴ്സ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഈ ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ പുറകിലോട്ട് ഇങ്ങനെ പോകുന്ന രീതിയിലാണ് ശരിക്കും കാണുന്നത്. അപ്പോൾ ഈ ലോകം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സംഭവത്തിൽ ഈ 2 ക്ലോക്കും ഉൾപ്പെടുന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുക. അതായത് ഈ ഇരിക്കുന്ന ആൾ സെറ്റപ്പ് ആക്കി വെച്ചാൽ ആ 2 ക്ലോക്കും ഈ ഓടുന്ന ആളുടെ പേഴ്സ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ശരിക്കും പൊക്കോണ്ടിരിക്കുന്നത്. ഇനി ഈ ഓടുന്ന ആളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ഈ 2 ക്ലോക്കുകളുടെ നടുക്ക് ഞാനൊരു ലൈറ്റ് ബൾബ് വെച്ചിട്ടില്ലേ,
ആ ലൈറ്റ് ബൾബ് ഓൺ ആക്കി കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻ കൂടി ഞാൻ വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരാം. ലൈറ്റ് എല്ലാ ഡയറക്ഷനിലേക്കും ഒരേ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു സംഭവം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ലൈറ്റ് ഓൺ ആക്കുന്ന ആ ഒരു മൊമെന്റിൽ ഈ ഓടിപ്പോരുന്ന ആളുടെ ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ച് ഈ ക്ലോക്കുകളും കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ പോകുന്ന ഒരു രീതിയിലാണ് ശരിക്കും ഇരിക്കുന്നത്. ആ ഒരു പോയിന്റ് ഓഫ് റെഫറൻസ് നോക്കുകയാണെങ്കിൽ ഈ ലൈറ്റ് ബീം ആദ്യം ഇടിക്കുന്നത് ഈ രണ്ടാമത്തെ ക്ലോക്കിനെ ആയിരിക്കണം. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കണം ഈ ആദ്യത്തെ ക്ലോക്കിനെ പോയി ഇടിക്കേണ്ടത്. കാരണം ഈ രണ്ട് ക്ലോക്കുകളും ഇദ്ദേഹത്തിന് എതിരെ ട്രാവൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിന് മീനിങ് എന്താണ്? ഈ ഓടുന്ന ആളുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഈ രണ്ട് ക്ലോക്കും സിങ്ക്രണൈസ്ഡ് അല്ല. അതായത് ഒരു ക്ലോക്ക് ഫാസ്റ്റ് ആയിട്ടും ഒരു ക്ലോക്ക് സ്ലോ ആയിട്ടാണ് ശരിക്കും ഓടുന്നത്. പക്ഷേ അതേ സമയത്ത് ഇരിക്കുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ക്ലോക്കും സിങ്ക്രണൈസ്ഡ് ആണ്. ഈ ലൈറ്റ് ഓൺ ആക്കിയപ്പോൾ രണ്ട് ക്ലോക്കിലും കാണിക്കുന്ന സമയം സെയിം ആണ്. ഈ രണ്ടാൾക്കാരുടെ പെർസ്പെക്റ്റീവിൽ ഉണ്ടാവുന്ന ഒരു ഡിഫറൻസിനെയാണ് റിലേറ്റിവിറ്റി ഓഫ് സൈമൾട്ടേനിറ്റി എന്ന് പറയുന്നത്. അതായത് വേറൊന്നുമില്ല, ഇത് സയൻസ് ഫിക്ഷൻ അല്ല, ഇത് ശരിക്കും റിയൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പ്യൂർ ഫിസിക്സ് ആണ്. ഞാനിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചത് വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. ഇപ്പോൾ 10.5 സെക്കൻഡ്സ് എന്നൊക്കെ ഞാൻ പറയുന്നില്ലേ, അത് ശരിക്കും എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഈ ഓടി വരുന്ന ആളുടെ സ്പീഡ് ഒരു 10 km/h നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ ഒരു സ്പീഡിൽ ഓടുന്ന ആളുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ക്ലോക്കുകൾ തമ്മിലുള്ള ആ ഒരു ടൈമിന് ഡിഫറൻസ് എന്ന് പറയുന്നത് 10⁻⁻15 സെക്കൻഡ്സ് ആണ്. അതായത് നമുക്ക് ഒരിക്കലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്ര ചെറിയൊരു ടൈം ഡിഫറൻസ് മാത്രമാണ് ശരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഞാൻ ഈ രണ്ടാമത്തെ ക്ലോക്കിന്റെ അപ്പുറത്ത് മൂന്നാമതൊരു ക്ലോക്കും വെച്ചു എന്ന് വിചാരിക്കാം. അതിനകത്തുള്ള ടൈം ഡിഫറൻസ് കുറച്ചുകൂടി കൂടും. അതായത് ഇപ്പോൾ 10⁻⁻15 എന്നുള്ളത് ചിലപ്പോൾ 10⁻⁻10 ആയിരിക്കും. അങ്ങനെ ഈ മൂന്നാമത്തെ ക്ലോക്കിന്റെ അപ്പുറത്ത് നാലാമത്തെ ഒരു ക്ലോക്ക് കൂടി ഞാൻ വെച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഓടുന്ന ആളുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഈ നാലാമത്തെ ക്ലോക്കിന്റെ ടൈം കുറച്ചുകൂടി കൂടും. അതായത് 10⁻⁻10 ചിലപ്പോൾ 10⁻⁻5 ആയിരിക്കും. അങ്ങനെ അഞ്ചാമത് പോയി, ആറാമത് പോയി, അങ്ങനെ പോയി ഈ ഡിസ്റ്റൻസ് ആൻഡ്രോമേഡ വരെ എത്തിയെന്ന് വിചാരിക്കാം. അതായത് ആൻഡ്രോമേഡ ഗാലക്സി വരെ എത്തിയെന്ന് വിചാരിക്കാം. ഇത്രയും ആസ്ട്രോണോമിക്കൽ ഡിസ്റ്റൻസ് ഒക്കെ എത്തുമ്പോൾ ഈ പറയുന്ന 10⁻⁻5 എന്ന് പറയുന്ന 10⁻⁻4 10⁻⁻2 ഒക്കെ അതിനുശേഷം അത് മിനിറ്റ്സ് ആവും, അത് കഴിഞ്ഞിട്ട് അത് മണിക്കൂറാവും, അത് ദിവസങ്ങളാവും, അത് മാസങ്ങളാവും. അതായത് വലിയൊരു നോട്ടീസബിൾ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരേ സ്പേസിൽ നിൽക്കുന്ന രണ്ടാള് ഒരേ സമയം ഒബ്സർവ് ചെയ്യുന്നത് രണ്ട് ഡിഫറെന്റ് റിയാലിറ്റി ആവാനുള്ള സാധ്യതയാണ് ശരിക്കും ആൻഡ്രോമേഡ പാരഡോക്സ് എന്ന് പറയുന്നത്. ഇതൊരു പാരഡോക്സ് ആവാൻ കാരണം ഇതൊട്ടും പ്രാക്ടിക്കൽ അല്ലാത്തൊരു സംഭവം ആയതുകൊണ്ടും ഇത് ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നടക്കാവുന്ന ഒരു കാര്യം മാത്രമായതുകൊണ്ടാണ്. ഇതിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സിൽ മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല അടിപൊളി ആൾക്കാരാണ്. കാരണം ഞാൻ 10 പേരെടുത്ത് ഈ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 8 പേർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എത്ര പയ്യെ പറഞ്ഞാലും എത്ര പടം വരച്ച് കാണിച്ചാലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല. ഈ ഒരു കുഴപ്പം പിടിച്ച കേസ് റിലേറ്റിവിറ്റിന്റെ അകത്തുനിന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് റോജർ പെൻറോസ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ ആണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഐൻസ്റ്റൈനെക്കാളും കൂടുതൽ റിലേറ്റിവിറ്റി അരച്ച് കലക്കി പഠിച്ച ഒരാളാണ് ശരിക്കും ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇദ്ദേഹം വെറുതെ ഇരുന്നപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ശരിക്കും ആൻഡ്രോമേഡ പാരഡോക്സ് എന്ന് പറയുന്നത്. അതായത് നീൽ ഡീഗ്രാസ് ടൈസിന് പോലും അത് ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തോരം മനസ്സിലായെന്നുള്ളൊരു കാര്യം മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.